ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ നാട്ടിൽ ഇവരുടെ തറവാട്ട് ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ വലിയൊരു പൂജയും ഉത്സവവും ഒക്കെ നടക്കുകയാണ്. അങ്ങനെ രവിയെയും മക്കളെയും ഭാര്യയും എല്ലാവരെയും അച്ചമ്മ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി അച്ചമ്മയുടെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും വണ്ടി ചെന്ന് ഇറങ്ങുന്നതേ അച്ചമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടി എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയാണ് ആദ്യം അച്ചമ്മയെന്നും പറഞ്ഞിട്ട് ഓടി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ രേവതിയോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്താ രേവതി മോളെ, മോക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കാന്. ഈ സമയം സച്ചി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ചമ്മേ, രേവതിയോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ രേവതിയെ പൊന്നുപോലെ നോക്കുന്ന അച്ചമ്മയ്ക്ക് അറിയില്ലേ എന്ന് പറയുന്നുണ്ട്. ഈ സമയം സച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, എൻ്റെ മോനെ നന്നായിട്ട് നോക്കുമെന്നറിയാം, എങ്കിലും അച്ചമ്മ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയണേ. ഈ സമയം ശ്രീകാന്തും വർഷയൊക്കെ അച്ചമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാവരെയും സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് എന്നിട്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, നീ ശ്രുതിയെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? ആ അമ്മേ, ഞാനേ എൻ്റെ മരുമകളെ പൊന്നുപോലെയാ നോക്കുന്നേന്ന് പറയണേ. എപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം, നീ പൊന്നുപോലെ നോക്കുന്ന അതിൻ്റെ പിന്നിലുള്ള ലക്ഷങ്ങളുടെ കഥയും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര അങ്ങ് വല്ലാതാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കുടിക്കാനേ നല്ല തണുത്ത മോരും വെള്ളം ഉണ്ട്, എടുക്കാന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ചമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഏയ് വേണ്ട, രേവതി മോൾക്ക് കാലിന് സുഖമില്ലെന്ന് സച്ചി എന്നോട് പറഞ്ഞിരുന്നു, മോൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അച്ചമ്മ അകത്തേക്ക് പോവാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ വാഷ്റൂമിൽ പോകാനായിട്ട് പോയിട്ട് ഇറങ്ങി വരികയാണേ. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മയുടെ വീട്ടിനുള്ളിൽ ഹോളിലായിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ശ്രുതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആ മുരിങ്ങക്കായിലാണ് കേട്ടോ കയറി ചവിട്ടുന്നത്. പെട്ടെന്ന് തന്നെ അയ്യോ പാമ്പെന്ന് വിളിച്ചിട്ട് ശ്രുതി പെട്ടെന്ന് കയറുന്നുണ്ട്. ഈ സമയം എല്ലാവരും കൂടി ഭയങ്കര ചിരിയാണ് കേട്ടോ. ശ്രുതി അങ്ങ് ചമ്മി പോകുന്നുണ്ട്. അപ്പോഴേക്കും അച്ചമ്മ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ മുഖത്ത് കണ്ണില്ലേ, നീ എവിടെ നോക്കി നടക്കുക എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറയുമ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഭയങ്കര ചിരിയാണ്. അങ്ങനെ ശ്രുതിയെ എല്ലാവരും കളിയാക്കി ചിരിക്കുന്നത് കണ്ടുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ രവി പറയുന്നുണ്ട്, അമ്മേ അന്ന് വീട്ടില് പാമ്പ് വന്നതിന് ശേഷം ഇവൻ എല്ലാത്തിനും പേടിയാണെന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് അച്ഛമ്മേ വീട്ടില് പാമ്പ് വന്നതല്ല, പാമ്പിനെ ബാഗിനകത്തിട്ടോണ്ട് പൗഡറേട്ടത്തിയെ കൊണ്ടുവന്നേന്ന് പറയാ. ഈ സമയം ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്ര ഇടയിൽ കയറി പറയുന്നുണ്ട്, അതെ ഇവൻ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയല്ലേ, വേണമെന്ന് വെച്ചിട്ട് ആരെങ്കിലും പാമ്പിനെ ബാഗിനകത്ത് ഇട്ടോണ്ട് വരുമോ? അത് ശ്രുതിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, അറിയാണ്ട് ബാഗിനുള്ളിൽ പാമ്പ് കയറിയതല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ സമയം എന്നിട്ട് ചന്ദ്ര അതിനോട് കൂട്ടി പറയുന്നുണ്ട്, അമ്മേ എന്തായാലും അതിനുശേഷമേ വലിയൊരു ഓർഡറാണ് ശ്രുതിക്ക് വേണ്ടി പിടിച്ചു കൊടുത്തത്. ഇത് കേട്ടിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, ആഹാ ശ്രുതി മോള് അങ്ങനെ വലിയ ഓർഡറൊക്കെ പിടിച്ചു കൊടുത്തോ? എന്തായാലും മോള് വേണം ഇനി ശ്രുതിയെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ഇങ്ങനെ ചേർന്നൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് ഈ സമയം പിന്നീടായിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, ഇനി നമുക്ക് പൂജയുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ വരട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോ ഞാൻ പോയി അതിന് എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ അന്വേഷിച്ചിട്ട് വരാന്ന് അച്ചമ്മ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ ഇനി ഫുൾ റെസ്റ്റ് എടുത്തോ, ഇനി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും രേവതിയും കൂടി ചെയ്തോളാം, പൂജയ്ക്ക് എന്തൊക്കെയാ വേണ്ടതെന്നൊക്കെ ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വന്നോളാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം തന്നെ നമ്മുടെ വിമലയും ആദ്യം കൂടിയിട്ട് ആ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ.
കാരണം ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ ആദിയുടെ അച്ഛൻ മരിച്ചു പോയിരുന്നല്ലോ. അപ്പോൾ അവരുടെ ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ശ്രുതിയോടും അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് അവരുടെ ഒരു ബന്ധുക്കാരുടെ വീട്ടിലേക്ക് വിമലയും ആദിയും കൂടി എത്തിയിട്ടുണ്ട്. ആ കൂടെ തന്നെ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ടായ മീര ഉണ്ടല്ലോ, മീര എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ശ്രുതിയാണ് അവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് മീരയോട് അതെല്ലാം ഒന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കണം, നീ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് മീരയെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ അവിടെ എത്തിയതിന് ശേഷം ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ സമയമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് എത്തിക്കോളാം, അതുവരെ നീ അവരെ ഒന്ന് നോക്കിക്കോണം, പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ലെന്നൊക്കെ ഇങ്ങനെ ശ്രുതി വാൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ സമയം ആദിയും വിമലയും കൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്, ഒന്ന് തൊഴുതിട്ട് വരാമെന്നും പറഞ്ഞിട്ട്. അവിടെ വെച്ച് ഭ്രാന്തനെ പോലുള്ള ഒരു ആളുണ്ട് കേട്ടോ. അയാൾ വന്നിട്ട് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, പൊക്കോ പൊക്കോ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഓടിച്ചു വിടുകയാണേ. അപ്പൊ അവരുടെ കൂട്ടത്തില് അവരുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടല്ലോ, എന്ന് അവരെല്ലാം പറയുന്നുണ്ട്, ഇത് സ്ഥിരമായിട്ട് ഈ നാട്ടിലുള്ള ഒരു ഭ്രാന്തനാണ്, അയാൾ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന, നിങ്ങളതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാണ്. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ. അങ്ങനെ പൂജാരിയെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പൂജാരിയെ കണ്ടിട്ട് പൂജാരി ചോദിക്കുന്നുണ്ട്, ആഹാ കലാവതി അമ്മയുടെ കൊച്ചുമകനല്ലേ, നീ ഇവിടെ വന്നോ? നീ ഈ നാട്ടിൽ വരുമ്പോ തന്നെ അച്ഛമ്മയുടെ മുഖം കാണാൻ എന്തൊരു പ്രസന്നതയാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സച്ചിനെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയ മോള് ഭാഗ്യവതിയാണെന്നൊക്കെ ഇങ്ങനെ രേവതിയോടും പറയുന്നുണ്ട്. അങ്ങനെ പൂജയ്ക്ക് ആവശ്യമുള്ള ലിസ്റ്റൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയമാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള സച്ചിയുടെ കുറെ കൂട്ടുകാര് വരുന്നുണ്ട്. 2-3 പേര് ഫ്രണ്ട്സിനെ കാണുമ്പോഴേക്കും ഓടിപ്പോയി സച്ചി അവരെ കെട്ടിപ്പിടിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരൊരു അല്പം മാറി അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം പൂജാരിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം രേവതി ഇങ്ങനെ തനിയെ നിൽക്കുകയാണല്ലോ. ഇങ്ങനെ സച്ചി സംസാരിക്കുന്നോ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നേരത്തെ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെയൊക്കെ അടുത്ത് വന്ന ഒരു ഭ്രാന്തനുണ്ടല്ലോ, അയാൾ നമ്മുടെ രേവതിയുടെ അടുത്തേക്കും വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ രേവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ രേവതി പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അടുത്തും അയാൾ എന്തൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പേടിച്ചിട്ട് സച്ചിയേട്ടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി അവിടെ കൂട്ടുകാരോട് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും കേൾക്കുന്നേയില്ല. അയാളാണെങ്കിൽ രേവതിയുടെ അടുത്ത് നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെ വിളിക്കണ്ട, വിധി അനുകൂലം അല്ലാത്ത സമയത്ത് ദൈവം പോലും വിളിച്ചാൽ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൂടെ കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. സച്ചിയേട്ടാന്ന് പിന്നെയും വിളിക്കുകയാണ്. ഈ സമയം സച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഓടി വരുന്നുണ്ട്. ഈ സമയം അയാൾ സച്ചിയെ കാണുമ്പോഴേക്കും പതുക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. രേവതി ആകെ പേടിച്ചിട്ടുണ്ട്. സച്ചിയെ കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓടി ചെന്നിട്ട് വീഴാൻ പോയിട്ട് സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. എന്താ രേവതി, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും പറയുന്നുണ്ട്, ഒന്ന് കാല് വഴുതിയനെ ഇത്രയ്ക്കങ്ങ് പേടിച്ചോ, ജീവിതം തന്നെ താറുമാറായി പോകാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, പൊക്കോ നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, നിങ്ങൾക്ക് നാശം വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി അയാളുടെ നേരെ ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഞങ്ങളോട് പോകാൻ പറയാൻ താൻ ആരാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയം അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, പോയില്ലെങ്കിൽ എല്ലാം തന്നെ ഇവിടെ നിന്ന് നിങ്ങളെ ഇങ്ങ് കൊണ്ടുപോകും, ജീവിതം തന്നെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. സച്ചിയേട്ടാ എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു, എനിക്ക് പേടിയാവുന്നു സച്ചിയേട്ടാ, വാ നമുക്ക് പോകാന്ന് പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്തിനാ ഇത്രയ്ക്കങ്ങ് പേടിക്കുന്നത്, അയാള് ഒരു ഭ്രാന്തനാണ്, നീ അയാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് സച്ചിയും രേവതിയും കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം സച്ചി പോയിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മേ ദേ ലിസ്റ്റൊക്കെ പൂജാരി തന്നിട്ടുണ്ട്,
വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ സാധനങ്ങളൊക്കെ പോയി മേടിച്ചോളാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, നിന്നെ ഏൽപ്പിച്ച കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, നീ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാന്ന് പറയാനേ. എന്നാൽ ഈ സമയമെല്ലാം നമ്മുടെ രേവതിയുടെ ചിന്ത ആ ഭ്രാന്തം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. രേവതിക്ക് ആകെ ടെൻഷനാണ്, മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. എന്നാൽ ഈ സമയം നമ്മുടെ വർഷ വന്നിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മേ ഇന്ന് ഞാൻ ആൻറ്റിയുടെ കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛമ്മ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നേയും അച്ഛമ്മ പേടിച്ച് നിൽക്കുന്ന ആൻറ്റിയുടെ വീഡിയോ ഒക്കെ എനിക്കൊന്ന് എടുക്കണമെന്ന് പറയാനേ. അപ്പോഴേക്കും അച്ഛമ്മ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല, നിന്റെ എല്ലാ കുസൃതിക്കും ഞാൻ കൂട്ടൊന്നും നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ വർഷ പറയുന്നുണ്ട്, പ്ലീസ് അച്ഛമ്മേ, ചുമ്മാ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ ആദ്യം തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഒരു ഡാൻസ് കളിച്ചേ എന്ന് പറയുമ്പോൾ ഏയ് ഇല്ലമ്മേ എനിക്കിപ്പോ വയ്യെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അമ്മയല്ലേ പറയുന്നത്, പറഞ്ഞ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. രവിയും പറയുന്നുണ്ട് കേട്ടോ, അമ്മയുടെ ആഗ്രഹമല്ലേ കളിക്ക് ചന്ദ്ര എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഡാൻസ് കളിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ രേവതിക്ക് മാത്രം അതങ്ങോട്ട് സന്തോഷിക്കാനോ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇതൊന്നും രേവതി കാണുന്നേയില്ല. രേവതിയുടെ മനസ്സിലാണെങ്കിൽ ആ ഭ്രാന്തന്റെ വാക്കുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രേവതിയുടെ ഈ മാറ്റങ്ങൾ അച്ഛമ്മ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛമ്മ പോയിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ കുറേ നേരമായി മോളെ ശ്രദ്ധിക്കുന്നുണ്ട്, വന്നപ്പോൾ ഉള്ള സന്തോഷം അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം മോളുടെ മുഖത്തില്ലല്ലോ, എന്താ മോളെ സച്ചി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഏയ് ഇല്ല അച്ഛമ്മേ, അതൊന്നും ഇല്ല. പിന്നെ എന്താ മോളെ മോളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാനേ. ഈ സമയം സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഓ അച്ഛമ്മേ അത് വേറൊന്നുമല്ല, ഞങ്ങൾ അമ്പലത്തിൽ പോയ സമയത്തെ അവിടെ ഒരു ഭ്രാന്തനെ പോലെ ഒരാൾ വന്നിട്ട് ഇവളോട് എന്തൊക്കെയോ പറഞ്ഞു, അതീ പിന്നെ രേവതി ആകെ പേടിച്ചിരിക്കുകയാണെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ആ ഭ്രാന്തനെ പോലെന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മയ്ക്ക് അയാളെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓ അയാളാണോ? അയാളെ എനിക്കറിയാം. ആഹാ അച്ഛമ്മയ്ക്ക് അറിയാവുന്ന ആളാണോ? ആ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്പലത്തിൽ വരും, ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവും, അതൊക്കെ മിക്കവാറും അങ്ങ് സംഭവിക്കുമെന്ന് പറയുകയാണെ. ഇതൂടെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ആട്ടെ അയാൾ എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോയത്? അത് അച്ഛമ്മ ഇവിടെ നിൽക്കണ്ട, പോ പോ എന്ന് പറഞ്ഞിട്ടാ പോയെന്ന് പറയണേ. അതുകൂടെ കേൾക്കുമ്പോൾ അച്ഛമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇപ്പോഴേക്കും ബാക്കിയുള്ളവരെ ടെൻഷനാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, മക്കൾ അതൊന്നും മനസ്സിൽ വെക്കണ്ട, അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും. പിന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ പൂജകളൊക്കെ നടത്താൻ പോകുന്നത്, അപ്പൊ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും. പിന്നെ അയാൾ പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് കിടക്കാനൊക്കെ ആയിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. ഈ സമയം പതിവില്ലാതെ ഒരാൾ വന്നിട്ട് ഡോറിൽ മുട്ടുന്നുണ്ട്. അങ്ങനെ സച്ചി പോയി ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആരാ അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട്. കാരണം വേറെ ആരുമല്ല, രേവതിയും സച്ചിയും അമ്പലത്തിൽ വെച്ച് കണ്ട ആ ഭ്രാന്തനുണ്ടല്ലോ അയാളാണ് കേട്ടോ. അയാളെ കാണുമ്പോഴേക്കും രേവതിക്ക് ഒന്നുകൂടെ അങ്ങ് ഷോക്കാവുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളല്ലേ, ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും, അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ എടുക്കുന്ന പറയുകയാണേ. അങ്ങനെ അവരോട് എടുക്കാനായിട്ട് പറയുന്ന സമയത്ത് അയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല, എല്ലാവരെയും നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ട്, അതെ പോ പോ നീ ഇവിടുന്ന് പോന്നിങ്ങനെ പറയുകയാണ്. അതിന് ശേഷമായിട്ട് അയാൾ നോക്കുന്നത് നമ്മുടെ സുധിയുടെ മുഖത്തേക്കാണ് കേട്ടോ. സുധിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അയാൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്, ഒരു സൈസ് പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് അങ്ങ് കരയാണ് കേട്ടോ. വയലന്റ് ആയിട്ട് കരയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ അടുത്ത് നോട്ടം നോക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്കാണ്. ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യഭാവം കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളുടെ ഭാവമാറ്റങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതിനുശേഷം അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും എല്ലാവരും പെട്ടെന്നൊരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഈ സമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല
അയാൾ എന്തിനാ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, ആ അയാൾക്കേ നിന്നെ കണ്ടപ്പോൾ ഒരു കോമാളിയെ പോലെ തോന്നിക്കാണുമെന്ന് പറയണേ. ഇതേക്കുമ്പോൾ ശ്രുതി അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അല്ല അപ്പൊ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾ കരഞ്ഞല്ലോ. ആ നിന്നെ പോലൊരു മകനെ പ്രസവിച്ചല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അയാൾ കരഞ്ഞെന്ന് പറയാണേ. ഈ സമയം വീണ്ടും പറയുന്നുണ്ട്, ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾ ദേഷ്യമല്ലേ കാണിച്ചതെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അതെ അതെല്ലാം വിട്ടേക്ക്, രാവിലെ തന്നെ എല്ലാവർക്കും അമ്പലത്തിൽ പോകേണ്ടതാ, നേരത്തെ എഴുന്നേക്കണം, എല്ലാവരും പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞ് അച്ചമ്മ എല്ലാവരെയും അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടുകയാണ് കേട്ടോ. എന്നാൽ അച്ചമ്മയുടെ മനസ്സിലും ആകെ അങ്ങ് കലങ്ങി മറിയുന്നുണ്ട്. എല്ലാവരും കിടക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ രേവതിയാണെങ്കിൽ ഭയങ്കര വിഷമിച്ച് വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം സച്ചി വന്നിട്ട്, രേവതി ബാ എല്ലാവരും പോയി കിടന്നു, നീ വീണ്ടും അയാളെ ഓർത്തുകൊണ്ട് നിൽക്കുവാണോ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി കിടക്കുന്നുണ്ട്. രാവിലെ തന്നെ എല്ലാവരും ക്ഷേത്രത്തിൽ പോകാനായിട്ട് കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം രേവതിയാണെങ്കിൽ ആകെ ടെൻഷനാണ്. രേവതിയുടെ മനസ്സ് ക്ലിയർ ആവുന്നേ ഇല്ല കേട്ടോ. എന്തെങ്കിലും ആപത്ത് വരുമോ, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയം തന്നെ ശ്രുതിയുടെയും മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അയാളുടെ ആ ഭാവം മാറ്റവും അയാൾ പറഞ്ഞതും ഒക്കെ ഓർത്ത് വെച്ചിട്ട്, കാരണം നമ്മുടെ ആദ്യം വിമലാമ്മയും അവിടെ വന്നിട്ടുണ്ടല്ലോ, ഇനി തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവോ, അവരെ ആരെങ്കിലും കണ്ടുമുട്ടുവോ എന്നൊക്കെയുള്ള ടെൻഷൻ ശ്രുതിയുടെയും മനസ്സിലുണ്ട്. ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രുതിയുടെ തലയാണെങ്കിൽ അവിടെ ചുമരിലൊന്ന് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ശ്രുതി ഒന്ന് തെന്നി വീഴാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ആവുമ്പോൾ ശ്രുതിയും ആകെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് പൂജയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേവതി ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ അവിടെ പൂവും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഈ സമയം ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. വിമലാമ്മയാണ് വിളിക്കുന്നത്. വിമലയുടെ കോള് കണ്ടതും ശ്രുതി അങ്ങോട്ടേക്ക് മാറിപ്പോയി നിന്നാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വിമല പറയുന്നുണ്ട്, മോളെ അച്ഛൻ്റെ കർമ്മങ്ങൾ നടത്തണം ഇന്ന്, പക്ഷേ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു തറവാട് അമ്പലത്തിലായിരുന്നു. എന്നാൽ ആ തറവാട്ടിൽ ആരോ ഒരാളും മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഇന്ന് പൂജയൊന്നും നടത്തില്ലെന്നാ പറയുന്നതെന്ന്. എന്തായാലും ഇവരെല്ലാവരും കൂടിയിട്ട് മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അമ്പലത്തിൻ്റെ പേര് പറയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ അച്ചമ്മയാണെങ്കിൽ പൂജയ്ക്കായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ആ അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൽ തന്നെയാണ് വിമലാമ്മയും അവരെല്ലാവരും കൂടി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും വിമലാമ്മ പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ ഈ കുളക്കരയിലായിട്ടുണ്ട്, അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, മോള് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാന്ന് പറയാനേ. ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്, ഇവിടെ എല്ലാവരും ഉണ്ട്, ഇത്രയും പൂജകളൊക്കെ നടക്കുമ്പോൾ ഇവരുടെ കണ്ണ് വെട്ടിച്ച് എനിക്ക് എങ്ങനെ അവിടെ വരാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം വിമലാമ്മ പറയുന്നുണ്ട്, കല്യാണി നിന്നെ ഞാൻ വേറെ ഒരു കാര്യത്തിനും നിർബന്ധിച്ചിട്ടില്ല, നീ പറഞ്ഞ എല്ലാത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. എന്നാൽ അച്ഛൻ്റെ കർമ്മം ചെയ്യാൻ നീ അല്ലാതെ മറ്റാരും ഇല്ലെന്നറിയാലോ. അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ആ കർമ്മം നീ തന്നെ ചെയ്യണം, നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറയുന്നുണ്ടേ. അങ്ങനെ വിമലാമ്മ പറയുന്ന സമയത്ത് ശ്രുതിക്ക് മറ്റൊന്നും മറുത്തു പറയാനേ കഴിയുന്നില്ല. എന്നാൽ ഇവരാണെങ്കിൽ പൂജയ്ക്കായിട്ട് ക്ഷേത്രത്തിന്റെ മെയിൻ ഭാഗത്താണുള്ളത്. അവര് ബലികർമ്മങ്ങളാണല്ലോ, അതുകൊണ്ട് തന്നെ അവര് കൊളക്കടവിലാണ് കേട്ടോ. ഈ രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം കാണുന്നേയില്ല. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പതുക്കെ സുധീരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. സുധി, എനിക്ക് വയറിന് സുഖമില്ല, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറയാനേ. അപ്പോഴേക്കും എന്താ ശ്രുതി ഇത്, എന്താണെന്നറിയില്ല, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ. ഈ സമയം അവിടെ എല്ലാവരും ശ്രുതിയെ തിരക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ശ്രുതിക്ക് വയറിന് സുഖമില്ല, അവള് വാഷ്റൂമിൽ പോയതാന്ന് പറയാനേ. അങ്ങനെ പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, പൂജയുടെ ആവശ്യങ്ങൾക്കായിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ, അത് ഈ കുടം കൊണ്ടുപോയിട്ട് ക്ഷേത്രകുളത്തിൽ നിന്ന് മുക്കിയെടുത്തുകൊണ്ട് വരണം എന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിനെന്താ, ആ കുടം ഇങ്ങ് തന്നു, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴേക്കും പൂജാരി പറയുന്നുണ്ട്, അത് പാടില്ല,
മരുമക്കൾ വേണം, വീട്ടിലേക്ക് വന്ന് കയറിയ മരുമക്കൾ വേണം ഇത് വെള്ളം എടുത്തുകൊണ്ട് വരാനെന്ന് പറയാനേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി ആ കുട ഇങ്ങ് മേടിക്കുകയാണേ. ഇപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഞാനും കൂടി വരാം. വേണ്ട വർഷേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോ, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ആ കുടവും എടുത്തുകൊണ്ട് രേവതി ആ കുളത്തിനടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കുളത്തിനടുത്തേക്ക് പോകുന്ന സമയത്ത് രേവതി ആ കാഴ്ച കണ്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഷോക്കായി അങ്ങ് നിൽക്കുകയാണ്. കാരണം ശ്രുതിയുടെ അച്ഛൻ്റെ ബലികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു ചെറിയ കർമ്മം ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് ശ്രുതി അവിടെ ഇരിക്കുകയാണ്. ആദിയും വിമലാമ്മയും അടുത്ത് നിൽപ്പുണ്ട്, മീരയും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവരെ എല്ലാവരെയും കാണുമ്പോഴേക്കും രേവതി ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. രേവതി ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയി നിന്നിട്ട് ഇങ്ങനെ മറഞ്ഞു നിന്ന് കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട്. പൂജയുടെ ആവശ്യത്തിനായിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോഴേക്കും ആ ഫോട്ടോ രേവതി നേരത്തെ കണ്ടിട്ടുണ്ട്. രേവതിയെ നേരത്തെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ശ്രുതിയുടെ അച്ഛൻ തന്നെയാണല്ലോ. എന്നാ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെയല്ല പറഞ്ഞത്, അച്ഛൻ മരിച്ചുപോയോ? എന്നാലും ആദിയും വിമലാമ്മയും ഒക്കെ എന്തിനാ അവരുടെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞ് രേവതി ഒന്നുകൂടി അടുത്ത് നിന്ന് ശ്രദ്ധിക്കുകയാണേ. ഈ സമയം പൂജ ചെയ്യുന്ന അയാളുണ്ടല്ലോ, അയാള് പറയുന്നുണ്ട്, അത് അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ഇനി ചെയ്തോളൂ, ഈ കുട്ടി ഒരാളെ ഉള്ളൂ മകളായിട്ടെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് വിമലാമ്മ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് ഒരേ ഒരു മകളാണ് കല്യാണി. കല്യാണിയുടെ മകനാണ് ഇത് ആദ്യം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ആകെ അങ്ങ് ഷോക്കായി പോവാണ്. അങ്ങനെ കർമ്മങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ രേവതി അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ. അങ്ങനെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് വരെ രേവതി അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. ശേഷം അവിടെ നിന്ന് ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന അയാള് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. പോയതിനു ശേഷം രേവതി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇങ്ങനെ ഇവര് 4 പേരും കൂടി രേവതിയെ കണ്ടിട്ട് അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ടെങ്കിലും രേവതിയുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് പഴയ കാലത്ത് നേരത്തെ ശ്രുതിയുടെ അമ്മ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ കരഞ്ഞിങ്ങനെ രേവതിയോട് പറഞ്ഞ ആ സന്ദർഭങ്ങളുണ്ടല്ലോ, ആ സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ രേവതിയുടെ മനസ്സിൽ കൂടി വരികയാണ്. രേവതി ഇപ്പോഴെങ്ങാനെ വന്നുള്ളൂ, ഒന്നും കണ്ടു കാണില്ല എന്നുള്ള ഒരു വിശ്വാസത്തില് വീണ്ടും എന്തെങ്കിലും കള്ളത്തരം പറയാനായിട്ട് ശ്രുതിയാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. രേവതിയുടെ അടുത്ത് വന്നിട്ട്, രേവതി നീ എപ്പോഴാ വന്നേ? നീ കുറേ നേരം ആയോന്ന് ചോദിക്കുമ്പോൾ രേവതി ഒന്നും മറുപടി പറയുന്നില്ല കേട്ടോ. ഇവരെ ഇവിടെ വെച്ച് കണ്ടു, അപ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് രേവതി ആണെങ്കിൽ കൈയെടുത്ത് കർണമടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ. എല്ലാവരും ഞെട്ടിപ്പോവാണ്. നീ ഇനി ഒരക്ഷരം മിണ്ടി പോകരുത്, നീ ഇനിയും കള്ളത്തരങ്ങൾ പറയാൻ നോക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി ആണെങ്കിൽ ശ്രുതിയുടെ നേരെ അങ്ങ് അടുക്കുകയാണ് കേട്ടോ. ശ്രുതി ആ ഒറ്റയടിക്ക് താഴെ വീണു പോയിട്ടുണ്ട്. ശ്രുതി അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റിട്ട് വീണ്ടും രേവതിയുടെ കൈ പിടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, ഇനി നീ വാ തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അടിക്കാനായിട്ടുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയം വിമലാമ്മ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. രേവതി അവളെ വിട്ടേര് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും, നിങ്ങൾ ഒരമ്മയാണോ? നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം വിമലാമ്മ അങ്ങ് തലകുനിച്ചു പോവാണ്. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഒരു പെണ്ണാണോ? നീ എന്തൊക്കെ കള്ളത്തരങ്ങളാ പറഞ്ഞു കൂട്ടിയിരിക്കുന്നത്? നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? നിനക്ക് നാണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയുടെ വായിൽ തോന്നിയതൊക്കെ അങ്ങ് പറയുകയാണ്. എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ മുഖം തന്നെ തലകുനിച്ച് നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ വീണ്ടും അവിടെ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്ന് രേവതിയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കാൻ വരികയാണ്. രേവതി കൈ തട്ടി മാറ്റുന്നുണ്ടെങ്കിലും, നീ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചു രേവതി, ഞാനത് കൊള്ളാൻ തയ്യാറാണ്, എന്നാൽ ഞാൻ പറയുന്ന ഒന്ന് കേക്കെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈ പിടിച്ചിട്ട് ശ്രുതിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ ഇങ്ങനെ കൈ തട്ടി മാറ്റിയിട്ട്, നീ ഒരക്ഷരം മിണ്ടിപ്പോരുത്, നീ ഒരു പെണ്ണാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, രേവതി നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ പറയുന്നതൊന്ന് കേട്ടാൽ മാത്രം മതി.
ചി, നീ ഇനി എന്തൊക്കെയായിരിക്കുമടി പറയാൻ പോകുന്നത്? ഒരു കുടുംബത്തെ മുഴുവൻ നീ പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ട് എനിക്ക് തന്നെ ഇപ്പൊ ഓർത്തിട്ട് കൈകാലുകൾ വിറയ്ക്കുന്നു. നീ എത്രമാത്രം കില്ലാടിയായിട്ടായിരിക്കും സച്ചിയേട്ടൻ പറയുന്നത് പോലെ എന്തോരം ഫ്രോഡായിട്ടായിരിക്കും നീ ഇതൊക്കെ വന്ന് കാണിച്ചു കൂട്ടുന്നത്? ഒരു കുടുംബം മുഴുവൻ ഇവിടെയുണ്ട്, എന്നിട്ട് പോലും നീ എത്രത്തോളം കള്ളിയായിട്ടാണ് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? നീ വീണ്ടും വീണ്ടും കള്ളത്തരങ്ങളല്ലേ പറയാൻ പോകുന്നതെന്നൊക്കെ പറയാണേ. ഈ സമയം വിമലാമ്മ ഇടയിൽ കയറുന്നുണ്ട്. രേവതി ഞാനൊന്ന് പറയട്ടെ എന്ന് പറയാണേ. എന്നാ രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടല്ലോ, ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾ അതുകൊണ്ടാണല്ലേ ഞങ്ങളെ കാണുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ മറഞ്ഞു പൊക്കോണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം, ഞങ്ങൾക്ക് ആദ്യയോടുള്ള സ്നേഹം നിങ്ങൾ ഇങ്ങനെ വെച്ചങ്ങ് മുതലെടുത്തല്ലേ? ഞങ്ങളെ എല്ലാവരെയും പൊട്ടന്മാരാക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം വിമലാമ്മയും കരയുന്നുണ്ട്. രേവതി നീ ക്ഷമിക്കണം, ഞങ്ങൾ ശ്രുതിയുടെ കല്യാണിയുടെ ജീവിതം ഓർത്തിട്ടാണ്, എൻ്റെ മകളുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇതിനെല്ലാം കൂട്ടുനിന്നേന്ന് പറയുകയാണെ. അപ്പോഴേക്ക് രേവതിക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. ഓ, മകളുടെ ജീവിതം നോക്കിയല്ലേ, എന്നിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം എങ്ങനെയായാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു കുടുംബം മുഴുവൻ ചതിച്ച് നിങ്ങളുടെ മകള് നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരുന്നത്? ഈ സമയം ശ്രുതി വീണ്ടും രേവതി നീ ഒന്ന് കേക്കെന്ന് പറഞ്ഞിട്ട് വരികയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, നീയൊക്കെ എന്തൊരു സ്ത്രീയാണ്, നിനക്ക് വേറെ പേരും ഉണ്ടല്ലേ, നിന്റെ കള്ള പേരും വെച്ചിട്ട് ഒരു കുടുംബത്തിൽ വന്ന് ജീവിക്കാൻ നിനക്ക് നാണമില്ലേ? നിന്റെ അമ്മ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞത്? ജീവനോടിരിക്കുന്ന സ്വന്തം പെറ്റ അമ്മയെ തന്നെ കൊന്നവളാണ് നീ. നീ ഏത് തരത്തിലുള്ള സ്ത്രീ ആയിരിക്കും? അതും പോട്ടെ, സ്വന്തമായിട്ട് നൊന്ത് പ്രസവിച്ച മകൻ ജീവനോടെ ഇരുന്നിട്ടും നീ അവനെ അനാഥനെ പോലെ അവൻ അലഞ്ഞു തിരിഞ്ഞു. ഇതെല്ലാം കണ്ട് നീ ആസ്വദിക്കുകയായിരുന്നല്ലേ? നിനക്കിനി എത്രത്തോളം കാര്യങ്ങൾ നീ മറച്ചു വെച്ചിട്ടുണ്ടാവും. ഇനി ഇവര് മാത്രമുള്ളോ, അതോ നിനക്കിനി വേറെ ഭർത്താവും ജീവനോടെ ഉണ്ടോ? ഇപ്പോ ആ ഭർത്താവിനെ വെച്ചിട്ട് രണ്ട് ജീവിതം നീ ഒരേ സമയം ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി മതി, ഇനി നീ എന്നെ കൂടുതലൊന്നും പറയരുത്, അത്രയും മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയല്ലേ രേവതി എന്ന് പറയാന്. ഈ സമയം രേവതി പറയുന്നുണ്ട്, കൊള്ളാവല്ലോ, നീ ചെയ്തതിനേക്കാളും വെച്ച് എന്തു മോശപ്പെട്ട കാര്യങ്ങളടി ഞാൻ പറഞ്ഞത്. നീ ഇതല്ല ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറയാനേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, രേവതി ഈ ചെയ്തതെല്ലാം ഞാൻ സമ്മതിക്കാം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് മാത്രം നീ ഒന്ന് കേൾക്കുന്നു പറയാനേ. ഈ സമയം രേവതിയും പറയുന്നുണ്ട്, അതെ, തെറ്റ് ചെയ്തവർക്കെല്ലാം അവരവരുടേതായ ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാവും. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ രേവതിയുടെ കാലിൽ വീണിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണല്ലോ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഇനി നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രേവതി ഈ പറയുന്നത് സത്യമാണ്, ഞാൻ ചെയ്തു പോയതെല്ലാം തെറ്റാണ്. എന്നാൽ ഈ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്, ഈ ആദി എൻ്റെ ഒരേ ഒരു മകനാണെന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, നീ ആ വീട്ടിലേക്ക് വന്ന് വലതുകാല് വെച്ച് വന്ന അന്ന് തൊട്ട് പറയുന്നത് മൊത്തം കളവാണ്. ഇനി ഇത് നിന്നെ ഞാൻ വിശ്വസിക്കണോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഈ സമയം വിമലാമ്മ ഇങ്ങനെ രേവതി എന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ട് പിറകെ. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, രേവതി എൻ്റെ മകള് ചെയ്തത് തെറ്റാണ്, നീ അവളോട് ക്ഷമിക്കെന്ന് പറയാണേ. നിങ്ങളുടെ മകള് ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ പറ്റുന്നതാണോ? നിങ്ങൾ തന്നെ പറയാം. അത് രേവതി, അത് അവളൊരു സന്തോഷം, അവൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചത്. അതിനൊക്കെ ഒരു ഉത്തരവാദി ഞാനും കൂടിയാണ്. അവളുടെ ചെറുപ്രായത്തിൽ തന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഞാനാണ് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചയച്ചത്. കല്യാണിയുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാന്ന് പറഞ്ഞിട്ട് വിമലാമ്മ ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഈ ന്യായീകരണങ്ങളൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട. ഇവള് വീട്ടിൽ കയറി വന്ന അന്ന് തൊട്ട് അമ്മ ഇവളെ സ്നേഹിക്കുന്നത് തലയിൽ എടുത്തു വെച്ചിട്ടാണ്. അവര് ഈ കാര്യങ്ങൾ അറിഞ്ഞാലോ? അച്ഛനാണെങ്കിൽ ഇവളെ സ്വന്തം മകളായിട്ടാണ് ആ വീട്ടിൽ കൊണ്ടു നടക്കുന്നത്. ആ കുടുംബം മൊത്തം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്നും എനിക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും ഇവക്ക് യാതൊരു നാണവും ഇല്ലാതെ ഓരോ ദിവസം ഓരോരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയാണേ. അപ്പോഴേക്കും വീണ്ടും വിമലാമ്മ പറയുന്നുണ്ട്, മോളെ
അത് അവൾ അങ്ങനെ ആയി പോയതുകൊണ്ടാണ്, അവളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചതുകൊണ്ടാണ്. അവൾ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നേന്ന് പറയുകയാണെ. ഈ സമയം രേവതി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഒരു കാര്യം ശരിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് വിവാഹ ജീവിതം സന്തോഷകരമല്ലെങ്കിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. അങ്ങനെ എത്രയോ പേര് രണ്ടാമത് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കാണിച്ചതാണ് വലിയ തെറ്റ്. എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവാഹം കഴിച്ച് ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞ് ജീവിക്കാൻ കഴിയും. അത് വലിയ തെറ്റ് തന്നെയാണ്. എനിക്കിവളെ കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയിരുന്നു. ശ്രുതിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് വന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, രേവതി ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് വിചാരിച്ചതാണ്. എന്നാ ഞാന് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ ഇതൊരിക്കലും ആരോടും തുറന്നു പറയാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ നീ പണക്കാരി അല്ലെന്ന് വീട്ടിൽ അറിഞ്ഞപ്പോ തന്നെ ഈ സത്യങ്ങളെല്ലാം നീ തുറന്നു പറഞ്ഞേനെ. എന്നാ നീ അതിനു പകരം വീണ്ടും പുതിയ കഥകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതും വീട്ടില് അച്ഛനെ പോലെ ഒരു അത്രയും നല്ല മനുഷ്യനെ നിനക്ക് എങ്ങനെ വഞ്ചിക്കാൻ കഴിയുന്നു? ഈ തെറ്റിന് എന്തായാലും ദൈവം പോലും നിന്നോട് പൊറുക്കില്ലെന്ന് പറയുകയാണെ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും ഇങ്ങനെ രേവതിയുടെ കാല് പിടിക്കാനായിട്ട്, രേവതി നീ എന്നോട് ക്ഷമിക്കണം, ഈ കാര്യം മറ്റാരും അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. രേവതി എന്നാ പറയുന്നുണ്ട്, അതെ ദൈവങ്ങൾക്ക് പോലും നിന്നെ വെറുപ്പാണടി. അതുകൊണ്ടാണ് ഈ അമ്പല നടയിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം എന്നെ കണ്ണുകൊണ്ട് കാണിച്ചു തന്നത്. നിന്നെപ്പോലൊരു മരുമകളല്ല എന്തായാലും ഞാന് ആ വീട്ടില് ഇത്രയും പേരെ പറ്റിച്ചിട്ട് രഹസ്യങ്ങളും മറച്ചു വെച്ച് എനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ എല്ലാവരോടും പോയി പറയുന്നു പറഞ്ഞ് രേവതി ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. എന്നാൽ ശ്രുതിയാണെങ്കിൽ രേവതിയുടെ കാല് പിടിച്ച് അവിടെ വീണ് കിടക്കുകയാണ്. രേവതി ഇങ്ങനെ മുമ്പോട്ട് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നാൽ രേവതി പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? ആരോടും പറയില്ലെന്നോ? നിന്നെ പോലെ ആ കുടുംബത്തിലുള്ളവരെ പറ്റിച്ച് മനസ്സിൽ കള്ളത്തരങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. ഞാനിതെല്ലാവരോടും പറയും. ആദ്യം തന്നെ നിന്റെ ഭർത്താവിനോടാണ് പറയേണ്ടത്. അയാള് ഇതെല്ലാം അറിയാതെ ഒരു പൊട്ടനെ പോലെയല്ലേ നിന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിനക്ക് മാപ്പ് തരില്ല എന്ന് പറയുകയാണെ. എന്നാൽ രേവതിയുടെ കാലിലിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. രേവതി കാലിങ്ങനെ തട്ടി മാറ്റുന്നുണ്ടെങ്കിലും ശ്രുതി പിടിവിടുന്നില്ല കേട്ടോ. രേവതി നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നാൽ ഈ കാര്യം മറ്റാരും അറിയല്ലോ പ്ലീസ് രേവതി എന്ന് പറഞ്ഞിട്ട് കരയാണേ. മീരയാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീ ശ്രുതി ചെയ്തതിനെല്ലാം ഓരോരോ കാരണങ്ങളുണ്ട്. അവളുടെ ജീവിതത്തെ നീ ഒന്ന് ചിന്തിച്ച് നോക്കെന്ന് പറയാണേ. ഇതൂടെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കൊള്ളാമല്ലോ, നിങ്ങളെല്ലാവർക്കും പറയാനായിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ച് നിങ്ങളെല്ലാവരും അതിന് കൂട്ടുനിന്നു. അതിനെന്തായാലും ഒരു മാപ്പില്ല. ഞാൻ പോയി പറയുന്നു പറയാണേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, രേവതി നീ പോയി പറഞ്ഞ എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയാണേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, ആര്? നീയോ? നിനക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ നീ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നീ അവിടെയുള്ളവരെ കൊല്ലാൻ ശ്രമിച്ചാലും നീ നിന്റെ ജീവിതം കളയില്ലെന്ന് എനിക്കറിയാന്ന് പറയാണേ. ഈ സമയം വിമലാമയും വന്നിട്ട് കരഞ്ഞുകൊണ്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി എൻ്റെ മോളുടെ ജീവിതം നീയായിട്ട് നശിപ്പിക്കരുത്. അവൾ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നേടിയതാണ് അവളുടെ ജീവിതം എന്ന് പറയുന്നുണ്ട്. ഈ സമയം ആദ്യം വന്നിട്ട് പറയുന്നുണ്ട്, രേവതി ആൻറ്റി എൻ്റെ അമ്മയെ വിഷമിപ്പിക്കല്ലേ, എൻ്റെ അമ്മയുടെ ജീവിതം നശിപ്പിക്കല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി ആകെ അങ്ങ് സങ്കടം വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ദേഷ്യം വരുന്നുണ്ട്. സച്ചിയുടെ വീട്ടുകാരെ മറച്ചു വെക്കാനും രേവതിക്ക് കഴിയുന്നില്ല. എന്നാൽ ഇവരുടെ എല്ലാ വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നും അറിയില്ല. രേവതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തിട്ട് വന്ന് പറയുന്നുണ്ട്, ശ്രുതി നീ ഒരിക്കലും ഒരു നല്ല അമ്മയല്ല, ഒരു നല്ല ഭാര്യയായിട്ടില്ല. എന്തിന് ഒരു നല്ല മരുമകളോ ഒരു നല്ല മകളോ പോലും ആയിട്ടില്ല. നീ എപ്പോഴും നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട്
നീ എന്തായാലും ഈ തെറ്റ് ഞാൻ കൂട്ടു നിൽക്കില്ല, ഞാൻ എല്ലാവരോടും പോയി പറയുന്നു പറഞ്ഞിട്ട് രേവതി വീണ്ടും മുമ്പോട്ടേക്ക് പോവാണ് കേട്ടോ. എന്നാൽ ഈ കള്ളത്തരങ്ങള് വീട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും ഒപ്പിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.